നിങ്ങളുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശബ്ദം ഉയർത്താൻ തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ജയിക്കുകയല്ല, തോൽക്കാൻ തയ്യാറെടുക്കുകയാണ്. കാരണം ഈ ലോകം ഭരിക്കുന്നത് ശബ്ദമുണ്ടാക്കുന്നവരല്ല, ചിന്തിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് വഴക്കിടുക എന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ വഴക്കിടാതെ, ആരെയും ഭയപ്പെടുത്താതെ, അപമാനിക്കാതെ നിങ്ങളുടെ കാര്യം മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതാണ് യഥാർത്ഥ കല. ഈ കലയാണ് ചാണക്യൻ പഠിപ്പിച്ചത്. സ്വന്തം നാവിന്മേൽ നിയന്ത്രണമില്ലാത്തവന് മറ്റൊന്നിന്മേലും നിയന്ത്രണമുണ്ടാകില്ല എന്ന് ചാണക്യൻ പറയുമായിരുന്നു. കൗശലം എന്നാൽ നുണ പറയുകയോ ചതിക്കുകയോ മുന്നിലുള്ളയാളെ വിഡ്ഢിയാക്കുകയോ ആണെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ യഥാർത്ഥ ബുദ്ധി നുണ പറയുന്നതിലല്ല, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ സത്യം പറയുന്നതിലാണ് യഥാർത്ഥ ബുദ്ധി. കാരണം എല്ലാ സത്യവും നിങ്ങൾ മറ്റൊരാളുടെ മുഖത്തു നോക്കി നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധനായിരിക്കാം, പക്ഷെ ബുദ്ധിമാനല്ല. നേരെ മറിച്ച് എല്ലാ സത്യവും നിങ്ങൾ മറച്ചുവെച്ചാൽ നിങ്ങൾ സുരക്ഷിതനായിരിക്കാം, പക്ഷെ അത് ശാശ്വതമല്ല. ഇവ രണ്ടിനും ഇടയിലുള്ള പാതയാണ് ചാണക്യനീതി പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ നിയമം: സംസാരിക്കുന്നതിനു മുമ്പ് കേൾക്കുന്നയാളുടെ അവസ്ഥ മനസ്സിലാക്കുക. ഈ നിയമം സംസാരിക്കാനുള്ള കല മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഇത് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ വായിക്കാൻ പഠിപ്പിക്കുന്നു. കാരണം വാക്കുകൾ ഒന്നുതന്നെയാണ്, എന്നാൽ അത് ആരോട് പറയുന്നു എന്നതാണ് അത് മരുന്നാകണോ അതോ മുറിവാകണോ എന്ന് തീരുമാനിക്കുന്നത്. മുന്നിൽ നിൽക്കുന്നയാൾ ഭയത്തിലാണോ, അഹങ്കാരത്തിലാണോ, അതോ അരക്ഷിതാവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്നവൻ ശരിയായ കാര്യം പോലും തെറ്റാക്കി മാറ്റുന്നു. പലപ്പോഴും സത്യമായിരിക്കില്ല തെറ്റ്, അത് പറയുന്ന രീതിയായിരിക്കും തെറ്റ്. പലപ്പോഴും സന്ദേശം ശരിയായിരിക്കും, എന്നാൽ അത് ചെന്നെത്തുന്ന മനസ്സ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കില്ല. എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കില്ല എന്ന് ചാണക്യന് അറിയാമായിരുന്നു. ചിലർ ഭയത്തിൽ ജീവിക്കുന്നു, ചിലർ സ്വന്തം അഹങ്കാരത്തിന്റെ തോടിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കും, മറ്റു ചിലർ സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സത്യം കാണിക്കരുത്, ആദ്യം അവന് സുരക്ഷ നൽകുക. കാരണം ഭയന്നിരിക്കുന്ന മനുഷ്യൻ സത്യമല്ല കാണുന്നത്, അവൻ അപകടം മാത്രമേ കാണൂ. ഭയന്നിരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾ നേരിട്ട് സത്യം അവതരിപ്പിച്ചാൽ അവൻ അതിനെ ഒരു പരിഹാരമായി കാണില്ല, അവൻ അതിനെ ഒരാക്രമണമായി കരുതും. ഭയത്താൽ നിറഞ്ഞ മനസ്സ് ആദ്യം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, അതിനുശേഷമേ സത്യം ഉൾക്കൊള്ളൂ. അവന്റെ ഉള്ളിൽ സുരക്ഷിതത്വബോധം വരുന്നതുവരെ നിങ്ങളുടെ സത്യം അവനെ കൂടുതൽ ഭയപ്പെടുത്തുകയുള്ളൂ. അതുപോലെ അഹങ്കാരിയായ വ്യക്തിയെ നേരിട്ട് എതിർക്കരുത്. ആദ്യം അവന്റെ അഹങ്കാരത്തെ ഒന്നു തൃപ്തിപ്പെടുത്തുക. കാരണം അഹങ്കാരത്തിൽ മുങ്ങിയ മനുഷ്യൻ സത്യം കേൾക്കില്ല, അവൻ സ്വന്തം മഹത്വം മാത്രമേ കേൾക്കാൻ ആഗ്രഹിക്കൂ. അവന്റെ അഹങ്കാരത്തിന്മേൽ നിങ്ങൾ നേരിട്ട് പ്രഹരിച്ചാൽ അവൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കില്ല, അവൻ നിങ്ങളോട് വഴക്കിടാൻ തുടങ്ങും. എന്നാൽ ആദ്യം അവന്റെ അഹങ്കാരത്തിന് നിങ്ങൾ കുറച്ച് ബഹുമാനം കൊടുത്താൽ അവന്റെ മനസ്സ് പതുക്കെ തുറക്കാൻ തുടങ്ങും. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾ അവനിലേക്ക് കടന്നു ചെല്ലൂ. അതുപോലെ മടിയനായ വ്യക്തിക്ക് ഉത്തരവുകൾ നൽകരുത്. ആദ്യം അവന് പ്രാധാന്യമുണ്ടെന്ന തോന്നലുണ്ടാക്കുക. കാരണം മടിയനായ മനുഷ്യൻ ഉത്തരവുകൾ കൊണ്ടല്ല, പ്രാധാന്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ചെയ്യ്, അത് ചെയ്യരുത് എന്ന് നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ അവനത് വീണ്ടും മാറ്റിവെക്കും. എന്നാൽ അവൻ ആവശ്യമാണെന്നും അവനില്ലാതെ ആ പണി പൂർത്തിയാകില്ലെന്നും അവനെ തോന്നിപ്പിച്ചാൽ അവന്റെ ഉള്ളിൽ തനിയെ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ജനിക്കും. അതുകൊണ്ട് ചാണക്യൻ പറയുമായിരുന്നു, എല്ലാവർക്കും ഒരേ രീതി പ്രായോഗികമല്ല. വാക്കുകൾ ഒന്നായിരിക്കാം, എന്നാൽ അവ പറയുന്ന ദിശ മാറ്റേണ്ടതുണ്ട്. ഒരാൾക്ക് ആദ്യം സുരക്ഷ, മറ്റൊരാൾക്ക് ആദ്യം ബഹുമാനം, വേറൊരാൾക്ക് ആദ്യം പ്രാധാന്യം. ഇതാണ് യഥാർത്ഥ കൗശലം. കാരണം എപ്പോഴും സത്യം മാത്രം പറയുന്നവന് പലപ്പോഴും ആളുകളെ നഷ്ടപ്പെടുന്നു. എന്നാൽ സാഹചര്യം മനസ്സിലാക്കി സംസാരിക്കുന്നവൻ ആരെയും മുറിപ്പെടുത്താതെ മനുഷ്യരെ കീഴടക്കുന്നു. മനുഷ്യനെ കീഴടക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സാഹചര്യത്തെ തന്റെ പക്ഷത്താക്കുന്നത്. രണ്ടാമത്തെ നിയമം: നിങ്ങളുടെ അഭിപ്രായം ഒരിക്കലും ഒരു ഉത്തരവായി പറയരുത്. ഉത്തരവ് നൽകുന്നവൻ എതിർപ്പ് സൃഷ്ടിക്കുന്നു, നിർദ്ദേശം നൽകുന്നവന് സഹകരണം ലഭിക്കുന്നു. ഇങ്ങനെ തന്നെ നടക്കും എന്ന് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നയാൾ ഒന്നുകിൽ കീഴടങ്ങും അല്ലെങ്കിൽ എതിർക്കും. എന്നാൽ ഇങ്ങനെ ചെയ്താൽ കൂടുതൽ നന്നായിരിക്കില്ലേ എന്ന് പറഞ്ഞാൽ ആ കാര്യം അവന്റെ സ്വന്തം ആശയമായി മാറും. ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ കാര്യം മറ്റുള്ളവരെക്കൊണ്ട് പറയിപ്പിക്കും എന്ന് ചാണക്യൻ പറയുമായിരുന്നു. മൂന്നാമത്തെ നിയമം: എല്ലാ തർക്കങ്ങളെയും അവസാനത്തെ യുദ്ധമാക്കി മാറ്റരുത്. ഈ വാചകം തർക്കിക്കാനുള്ള ഉപദേശം മാത്രമല്ല, ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രായോഗികമായ നയമാണ്. പലരും വാദപ്രതിവാദങ്ങളിൽ തോൽക്കുന്നു, എന്നാൽ പലരും മൗനം പാലിച്ച് സാഹചര്യം ജയിക്കുന്നു. തർക്കത്തിൽ ജയിച്ചാൽ സാഹചര്യവും ജയിച്ചു എന്ന് മനുഷ്യർ പലപ്പോഴും വിശ്വസിക്കുന്നു. എന്നാൽ ജയിച്ച എല്ലാ വാദപ്രതിവാദങ്ങളും ജയിച്ച ജീവിതമല്ല എന്ന് ചാണക്യൻ അറിയാമായിരുന്നു. പലപ്പോഴും നിങ്ങൾ യുക്തി കൊണ്ട് ജയിച്ചേക്കാം, പക്ഷേ ബന്ധങ്ങൾ തോറ്റുപോയേക്കാം. പലപ്പോഴും നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടേക്കാം, എന്നാൽ സാഹചര്യം നിങ്ങൾക്ക് എതിരായേക്കാം. അതുകൊണ്ട് എല്ലാ തർക്കങ്ങളും പോരാടാൻ അർഹമല്ല എന്ന് ചാണക്യൻ പറയുമായിരുന്നു. മുന്നിൽ നിൽക്കുന്നയാൾ വികാരഭരിതനാണെങ്കിൽ ആ സമയത്ത് യുക്തി പറയുന്നത് മണ്ടത്തരമാണ്. കാരണം വികാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി യുക്തി കേൾക്കില്ല. അവൻ തന്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ പുറത്തുകൊണ്ടുവരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ നിമിഷത്തിൽ നിങ്ങളുടെ ഓരോ യുക്തിയും അവനൊരാക്രമണമായി തോന്നും. നിങ്ങളുടെ ഓരോ ശരിയായ വാക്കും അവന് അപമാനമായി തോന്നും. അങ്ങനെ ആ തർക്കം പരിഹാരത്തിലേക്കല്ല, സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത്.
മുന്നിൽ നിൽക്കുന്നയാൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ എടുക്കാവുന്ന ഏറ്റവും വലിയ തന്ത്രം മൗനമാണെന്ന് ചാണക്യൻ പറയുമായിരുന്നു. മൗനമെന്നാൽ ഭീരുത്വമല്ല. മൗനം എന്നാൽ സമയം നിങ്ങൾക്ക് അനുകൂലമാകാൻ അനുവദിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. കാരണം ദേഷ്യം തനിയെ തളർന്നുപോകും. ഒരു മനുഷ്യനും എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിയില്ല. ദേഷ്യം തീ പോലെയാണ്. അതിന് ഇന്ധനം ലഭിച്ചില്ലെങ്കിൽ അത് തനിയെ കെട്ടുപോകും. എന്നാൽ ദേഷ്യത്തിനു മുന്നിൽ നിങ്ങൾ യുക്തി നിരത്തുമ്പോൾ നിങ്ങൾ തീയിൽ നെയ്യൊഴിക്കുകയാണ്. നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരു വാക്കിന് ജന്മം നൽകുന്നു. രണ്ടാമത്തേത് മൂന്നാമത്തേതിനും. അങ്ങനെ ആ തർക്കം യുദ്ധമായി മാറുന്നു. ദേഷ്യത്തോടെ തർക്കിക്കുന്ന വ്യക്തി സത്യത്തിനു വേണ്ടിയല്ല, സ്വന്തം അഹങ്കാരത്തിനു വേണ്ടിയാണ് പോരാടുന്നത് എന്ന് ചാണക്യൻ അറിയാമായിരുന്നു. അഹങ്കാരത്തിന്റെ പോരാട്ടം ഒരിക്കലും ആരെയും വിജയിയാക്കില്ല. അതുകൊണ്ട് പലപ്പോഴും ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമിതാണ്: ഒന്നും പറയാതിരിക്കുക, നിശബ്ദനായിരിക്കുക, സാഹചര്യം ശാന്തമാകാൻ അനുവദിക്കുക. കാരണം വികാരങ്ങൾ ശാന്തമാകുമ്പോൾ മാത്രമേ യുക്തികൾ കേൾക്കപ്പെടുകയുള്ളൂ. ദേഷ്യം അടങ്ങുമ്പോൾ മാത്രമേ വിവേകം ഉണരുകയുള്ളൂ. ഒരുപാട് പേർ സംസാരിച്ചു തോൽക്കുന്നു, എന്നാൽ ഒരുപാട് പേർ മൗനം പാലിച്ച് സാഹചര്യം ജയിക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ നിയമം ഇതാണ്: എല്ലാ തർക്കങ്ങളെയും അവസാനത്തെ യുദ്ധമാക്കി മാറ്റരുത്. കാരണം എപ്പോഴും പോരാടുന്നവൻ തളർന്നുപോകുന്നു. എന്നാൽ ശരിയായ സമയത്ത് നിശബ്ദനായിരിക്കാൻ അറിയുന്നവൻ പോരാടാതെ തന്നെ ഏറ്റവും വലിയ വിജയം നേടുന്നു. നാലാമത്തെ നിയമം: നിങ്ങളുടെ ശക്തി ഒരിക്കലും പ്രകടിപ്പിക്കരുത്, അത് അനുഭവിപ്പിച്ചറിയുക. എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് ആവർത്തിച്ചു പറയുന്നവൻ ധീരനായിരിക്കാം. എന്നാൽ ഒന്നും പറയാതെ സാഹചര്യം മാറ്റിമറിക്കുന്നവൻ അപകടകാരിയാണ്. സിംഹം തന്റെ ശക്തി വിളിച്ചു പറയാറില്ല, അതിന്റെ നടത്തം തന്നെ ധാരാളമാണ് എന്ന് ചാണക്യൻ പറയുമായിരുന്നു. വാക്കുകൾ വർദ്ധിപ്പിക്കരുത്, ഫലങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം ആളുകൾ വാക്കുകളല്ല, ഫലങ്ങളാണ് ഓർമ്മിച്ചു വെക്കുന്നത്. അഞ്ചാമത്തെ നിയമം: എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ വാചകം വളരെ ലളിതമായി തോന്നാം, എന്നാൽ ഇതിനുള്ളിൽ ചാണക്യന്റെ ഏറ്റവും സൂക്ഷ്മവും അപകടകരവുമായ നയം ഒളിഞ്ഞിരിപ്പുണ്ട്. പലരും എല്ലാ കാര്യങ്ങളും ഉടനടി പറയുന്നതുകൊണ്ട് മാത്രമാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. സത്യമായ കാര്യം പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ സത്യത്തിന്റെ മൂല്യം അതിന്റെ സത്യാവസ്ഥയിലല്ല, അത് പറയുന്ന സമയത്താണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് ചാണക്യൻ അറിയാമായിരുന്നു. ശരിയായ കാര്യം തെറ്റായ സമയത്ത് പറഞ്ഞാൽ അതും തെറ്റായി മാറുമെന്ന് ചാണക്യനീതി പറയുന്നു. കാരണം എല്ലാ സത്യവും എല്ലാ നിമിഷങ്ങൾക്കും വേണ്ടിയുള്ളതല്ല. ചില സത്യങ്ങൾ വിത്തുകൾ പോലെയാണ്. സമയത്തിനു മുമ്പ് മണ്ണിലിട്ടാൽ അവ മുളക്കില്ല, അവ ചീഞ്ഞുപോകും. മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റിതാണ്: അവനറിയാവുന്ന കാര്യങ്ങൾ ഉടനടി വിളിച്ചു പറയാൻ അവൻ ആഗ്രഹിക്കുന്നു. കേൾക്കുന്നയാൾ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലാണോ എന്ന് അവൻ നോക്കുന്നില്ല. ഈ സമയം സത്യം കേൾക്കാനുള്ളതാണോ അതോ സത്യം സഹിക്കാനുള്ളതാണോ എന്നവൻ മനസ്സിലാക്കുന്നില്ല. സത്യം ശരിയായിരുന്നു, പക്ഷേ സമയം തെറ്റായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പല ബന്ധങ്ങളും തകർന്നുപോകുന്നു. കാര്യം ശരിയായിരുന്നു, പക്ഷെ നിമിഷം തെറ്റായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് പല യുദ്ധങ്ങളും ആരംഭിക്കുന്നു. എല്ലാം അറിയുന്നവനല്ല ബുദ്ധിമാൻ എന്ന് ചാണക്യന് അറിയാമായിരുന്നു. എന്താണ് പറയേണ്ടത്, എപ്പോൾ പറയണം, ആരോട് പറയണം എന്നറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. എല്ലാ ചിന്തകളും എല്ലാ വികാരങ്ങളും എല്ലാ പദ്ധതികളും എല്ലാ സത്യങ്ങളും ഉടനടി വിളിച്ചു പറയുന്ന വ്യക്തി അറിയാതെ തന്നെ തന്റെ ശത്രുക്കളെ സ്വന്തം ഉള്ളിലേക്കെത്തിക്കുന്നു. കാരണം വാക്കുകൾ പുറത്തേക്ക് പോകുന്നു, എന്നാൽ ഫലങ്ങൾ തിരിച്ചു വരുന്നില്ല. പലപ്പോഴും തിടുക്കത്തിൽ പറയുന്ന ഒരു കാര്യം വർഷങ്ങളുടെ കഠിനാധ്വാനത്തെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുന്നു. ഇന്ന് പറഞ്ഞ ഒരു വാചകം നാളെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറിയേക്കാം. അതുകൊണ്ട് മൗനവും ഒരു നയമാണെന്ന് ചാണക്യൻ പറയുമായിരുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയാത്ത മനുഷ്യൻ ദുർബലനല്ല, അവൻ സുരക്ഷിതനാണ്. ചില കാര്യങ്ങൾ ഇന്നല്ല നാളെ പറയേണ്ടതാണെന്ന് അവനറിയാം. ചില കാര്യങ്ങൾ ആൾക്കൂട്ടത്തിലല്ല, ഏകാന്തതയിലാണ് പറയേണ്ടത്. ഒപ്പം ചില കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഭദ്രമായിരിക്കുന്ന രഹസ്യം നിങ്ങളുടെ ശക്തിയാണ്. എന്നാൽ നിങ്ങളുടെ നാവിൽ വന്ന രഹസ്യം നിങ്ങളുടെ ദൗർബല്യമായി മാറുന്നു. അതുകൊണ്ട് അഞ്ചാമത്തെ നിയമം ഇതാണ്: എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് തന്റെ ഭാവിയെയും നിയന്ത്രിക്കാനാകും. സമയത്തിനു മുമ്പ് സംസാരിക്കുന്നവൻ പലപ്പോഴും സമയത്തിനു മുമ്പേ പശ്ചാത്തപിക്കുന്നു. ആറാമത്തെ നിയമം: മുന്നിൽ നിൽക്കുന്നയാൾക്ക് എപ്പോഴും പിന്മാറാൻ ഒരു വഴി നൽകുക. ഈ വാചകം കേൾക്കാൻ വളരെ ലളിതമായി തോന്നാം, എന്നാൽ ഇതിനുള്ളിൽ രാഷ്ട്രീയം, മനഃശാസ്ത്രം, മനുഷ്യ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ധാരണ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്മാറാൻ വഴിയില്ലാത്ത മനുഷ്യൻ വിവേകം കൊണ്ടല്ല, ഭയം കൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഭയത്താൽ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ശാശ്വതമാകില്ലെന്നും ചാണക്യൻ പറയുമായിരുന്നു. ഒരാളെ നാലുപാട് നിന്നും നിങ്ങൾ വളയുമ്പോൾ, അതായത് യുക്തി കൊണ്ടോ ശക്തി കൊണ്ടോ പദവി കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരം കൊണ്ടോ വളയുമ്പോൾ, നിങ്ങൾ അവനെ നന്നാക്കുകയല്ല, നിങ്ങൾ അവനെ പോരാടാൻ നിർബന്ധിക്കുകയാണ്. മറ്റൊരാളെ മൂലയിലേക്ക് തള്ളിവിടുന്നവൻ യുദ്ധം ഉറപ്പാക്കുന്നു. കാരണം മനുഷ്യന്റെ മുന്നിൽ രണ്ട് വഴികൾ മാത്രം ബാക്കിയാകുമ്പോൾ, ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ തകരുക. അപ്പോൾ അവൻ പലപ്പോഴും മൂന്നാമത്തെ വഴിയായ പോരാട്ടം തിരഞ്ഞെടുക്കുന്നു. തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും അവൻ പോരാടും. എന്തുകൊണ്ട്? കാരണം അപമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ അവനിഷ്ടം അഭിമാനത്തോടെ തോൽക്കുന്നതാണ്.
മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ഭക്ഷണമോ സ്വർണമോ അധികാരമോ അല്ല, മറിച്ച് ബഹുമാനമാണെന്ന് ചാണക്യൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ബഹുമാനത്തോടെ പിന്മാറാൻ അവസരം നൽകുന്നവൻ പോരാടാതെ തന്നെ വിജയിക്കുന്നുവെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒരാൾ തോൽക്കുകയല്ല, മറിച്ച് വിവേകത്തോടെ പിന്മാറുകയാണ് എന്ന് അവന് തോന്നിപ്പിച്ചാൽ അവന്റെ അഹങ്കാരം നിങ്ങളുടെ ശത്രുവാകില്ല. അവൻ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തില്ല. അവൻ പ്രതികാരത്തിന്റെ തീയിൽ എരിയില്ല. എന്നെ തോൽപ്പിച്ചതല്ല, എനിക്ക് മനസ്സിലാക്കി തന്നതാണ് എന്ന് അവൻ മനസ്സിൽ പറയും. ഇതാണ് യുദ്ധമില്ലാതെയുള്ള വിജയം. ഭയപ്പെടുത്തി കാര്യങ്ങൾ സമ്മതിപ്പിക്കുന്നവർ അവസരം കിട്ടുമ്പോൾ തന്നെ മാറും എന്ന് ചാണക്യൻ പറയുമായിരുന്നു. ഭയത്താൽ കീഴടങ്ങിയ വ്യക്തി ഉള്ളിൽ നിങ്ങളുടെ ശത്രുവായാണ് തുടരുക. അവൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും, എന്നാൽ നാളെ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ തകർച്ചയ്ക്കായി പ്രാർത്ഥിക്കും. ഭയത്തിൽ നിന്നുണ്ടാകുന്ന കൂറ് മണലിൽ തീർത്ത മതിൽ പോലെയാണ്. ആദ്യത്തെ തിരമാലയിൽ തന്നെ അത് തകർന്നു വീഴും. എന്നാൽ ബഹുമാനം നൽകി കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്ന വ്യക്തി വിശ്വസ്തനായി മാറുന്നു. ബഹുമാനത്താൽ കീഴടക്കപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ സേവകനല്ല, നിങ്ങളുടെ കൂട്ടാളിയായി മാറുന്നു. അവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഭയം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾ ശക്തനായതുകൊണ്ടല്ല അവൻ അവിടെ നിൽക്കുന്നത്, നിങ്ങൾ അവനെ അപമാനിക്കാത്തതുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ചാണക്യനീതിയിലെ ഏറ്റവും വലിയ ആയുധം വാളോ ശിക്ഷയോ ഗൂഢാലോചനയോ അല്ല, മറിച്ച് പിന്മാറാൻ നൽകുന്ന ബഹുമാനപൂർവമായ വഴിയാണ്. കാരണം നിങ്ങൾ ബഹുമാനത്തോടെ ഒഴിവാക്കുന്ന യുദ്ധമാണ് ഏറ്റവും വലിയ വിജയം. കൂടാതെ ഒരു വ്യക്തിയെ തകർക്കാതെ നിങ്ങൾ കീഴടക്കുമ്പോൾ അവൻ ഏറ്റവും വലിയ ശാശ്വതമായ കൂട്ടാളിയായി മാറുന്നു. ഏഴാമത്തെ നിയമം, സ്വയം ശാന്തനായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ തന്ത്രം. ശാന്തനായിരിക്കുന്നവൻ വ്യക്തമായി ചിന്തിക്കുന്നു. വ്യക്തമായി ചിന്തിക്കുന്നവൻ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കില്ല. തെറ്റായ വാക്കുകൾ ഉപയോഗിക്കാത്തവൻ വഴക്കുകൾ സൃഷ്ടിക്കില്ല. ചാണക്യനീതിയിൽ കൗശലമെന്നാൽ മറ്റുള്ളവരെ താഴെയിറക്കുക എന്നല്ല, സ്വയം ഉയർന്ന നിലയിൽ നിൽക്കുക എന്നാണ്. ഇനി ഏറ്റവും ആഴത്തിലുള്ള കാര്യം, ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കണമെന്നും അംഗീകരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുക. കാരണം അവസാനം നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ആളുകൾ നോക്കില്ല, നിങ്ങൾ എങ്ങനെ അവിടെ നിലകൊള്ളുന്നു എന്നാണ് ആളുകൾ നോക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാത്തവൻ, ഓരോ പ്രകോപനങ്ങളിലും എടുത്തു ചാടാത്തവൻ, എല്ലാ തർക്കങ്ങളിലും ഇടപെടാത്തവൻ, ആളുകൾ അവനെക്കുറിച്ച് ചിന്തിക്കും, ഈ മനുഷ്യൻ എന്തോ ചിന്തിച്ചാണ് നടക്കുന്നത്. ഈ ചിന്തയാണ് അവനെ അപകടകാരിയാക്കുന്നത്. സ്വന്തം വില അറിയാവുന്നവന് തന്റെ കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല എന്ന് ചാണക്യൻ പറയുമായിരുന്നു. കാരണം അവിടെ സംസാരിക്കുന്നത് വാക്കുകളല്ല, നിങ്ങളുടെ വ്യക്തിത്വമാണ്. ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ തന്ത്രം. കുറച്ച് സംസാരിക്കുക, സാവധാനം നടക്കുക. എന്നാൽ വഴക്കില്ലാതെ ശബ്ദമുയർത്താതെ തന്നെ ആളുകൾ നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം അത്രത്തോളം ശക്തമാക്കുക. ഇതാണ് ചാണക്യനീതി. ശാന്തവും ആഴമുള്ളതും അങ്ങേയറ്റം സ്വാധീനമുള്ളതുമായ നീതി.